ഹലോ നമസ്കാരം. നമുക്കൊരു കുഴലിലൊരു ചെറുതേനീച്ച കോളനി കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. നമ്മൾ ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് മുറിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അവർ പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ കൂടൊന്ന് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലുള്ള തേനീച്ചകൾ നമ്മൾ കുപ്പിയിലാക്കാൻ പോവുകയാണ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു കോളനിയാണ്. അതിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത ആ ഭാഗം വരെ ശരിക്ക് ഈ കോളനി ഉണ്ട്. അപ്പോൾ നമ്മളത് തേനീച്ചകൾ ആദ്യം കുപ്പിയിലേക്കാക്കാൻ പോവുകയാണ്. കുപ്പിയിലേക്ക് ഇങ്ങനെ കുറച്ച് തേനീച്ചകൾ കയറി. അത്യാവശ്യം നല്ല ഈച്ചകളുണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല സ്ട്രോങ്ങുള്ള ഈച്ചകളാണ്. ഒരു പെട്ടിയിൽ നമ്മൾ ഇത്ര ഈച്ചകളെ കണ്ടിട്ടില്ല. ഇത് ഒരു കുപ്പിയിലാക്കിയിട്ടും അടുത്തൊരു കുപ്പി കൊടുന്ന് അതിലേക്കും ആക്കിയിട്ടും തീരുന്നില്ല ഈച്ചകൾ. അത് നമ്മൾ തുറന്നപ്പോഴും വീണ്ടും വീണ്ടും ഈച്ചകൾ വരികയാണ്. അപ്പോൾ ഈച്ചകളെ സ്ട്രെങ്ത്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ലൊരു വലിയ കോളനിയാണെന്ന്. അതിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ എന്താണെന്ന് അറിയില്ല, നമ്മളിത് തുറന്നു നോക്കണം. അപ്പോൾ ഏകദേശം ഈച്ചകളൊക്കെ കുപ്പിയിലായി. പിന്നെ ബാക്കിയുള്ള ഈച്ചകളെ പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഈച്ചകളൊക്കെ പുറത്തേക്ക് തുറന്നു വിട്ടു. എന്നിട്ടും ഈച്ചകൾ പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ എൻട്രൻസ് തന്നെ ഭയങ്കര ഒരു ശക്തിയുള്ള എൻട്രൻസ്. അത് ഒരു പൊട്ടിച്ചിട്ട് വരെ പൊട്ടാത്തൊരു എൻട്രൻസ്. ഇനി നമ്മൾ ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചാക്കൊക്കെ ഒരു കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തുറക്കുകയാണ്. അത് തുറന്നപ്പോൾ തന്നെ ആ ചാക്കിൽ കുറച്ച് മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു. മുട്ടകളും തേനൊക്കെ ഉണ്ടായിരുന്നു. ഇത് തുറന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു പന്നിമൂക്കൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഈച്ചകളാണ്. അതിൻ്റെ ഈച്ചകളെ വലുപ്പം, അതേപോലെ തന്നെ ആ തേന് ശേഖരിച്ച വലുപ്പമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായി. മുട്ടകളെ വലുപ്പമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് പന്നിമൂക്കൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഭാഗമാണ് കാണുന്നത്. അടിഭാഗം അതുവരെ നമുക്ക് ഈച്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തേനും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും ആ ഭാഗം കൊണ്ട് ഊരിയെടുക്കുകയാണ്. ആ വളഞ്ഞിട്ടുള്ള ഭാഗം ഊരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും നമ്മളിത് ഊരിയപ്പോൾ തന്നെ നമുക്കിതൊരു ഈ കോളനീൻ്റെ ശക്തി നമുക്ക് മനസ്സിലായി. അത്യാവശ്യം നമ്മളാ പിടിച്ച ഈച്ചകളൊന്നല്ല, അതിലേറെ എത്രയോ ഇരട്ടി ഈച്ചകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അത്രയും നല്ല വലിയൊരു കോളനിയാണിത്. ആ വളഞ്ഞിട്ടുള്ള ഭാഗം അതിൻ്റെ ആ നീളത്തിലുള്ള ഭാഗത്തിലും അത്യാവശ്യം നല്ല തേന നിറഞ്ഞിരിക്കുകയാണ്, മുട്ടകളും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് തുറന്നപ്പോൾ തന്നെ റാണിയെ നോക്കുകയാണ്. റാണിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. റാണിനെ കിട്ടിയാലാണ് നമുക്ക് വർക്കൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റാണിനെ നമ്മൾ കുറേ നേരം നോക്കിയിട്ട് കണ്ടില്ല. റാണിയെ കുറേ നേരം നോക്കിയിട്ട് നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മൾ ഇത് പെട്ടിയിലേക്കാക്കല്ല, മുട്ടയും ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടിയിലേക്കാക്കല്ല ശ്രമങ്ങൾ തുടങ്ങി. കുറച്ച് മുട്ടകൾ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് റാണിശല്ല് കിട്ടി. റാണിശല്ലൊക്കെ നമ്മളെ സാധാരണ ഈച്ചകളെ മുട്ടയിലാറും കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഇത് നമുക്കൊരു വിരിയാറായ മുട്ടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മുട്ട നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ വീണ്ടും മുട്ട എടുക്കലൊക്കെ തുടങ്ങി. ഇത് തുറക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പിന്നെ നല്ല ആക്രമിക്കുന്നുണ്ട് ഈച്ച. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഈച്ചയാണ് ഈ പന്നിമൂക്കൻ്റെ ഈച്ചകൾ. ഇത് നമ്മൾ പിരിച്ചു തുടങ്ങിയപ്പോൾ മുട്ടകൾ കുറേ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പെട്ടികൾ എടുത്ത് അതിലേക്ക് മാറ്റാൻ തുടങ്ങി. വീണ്ടും റാണിശല്ലുകളൊക്കെ കാണുന്നുണ്ട്. ഒരു ശല്ല് മാത്രമല്ല, നമുക്ക് വീണ്ടും റാണിശല്ലുകൾ കിട്ടുന്നുണ്ട്. മുട്ടകളിങ്ങനെ മാറ്റി തുടങ്ങിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു റാണിശല്യം കൂടി കിട്ടി. അത് നമ്മൾ അടുത്തൊരു ബോക്സ് പിരിച്ചിട്ടുണ്ട്, അതിലേക്ക് വെക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ഉള്ളിൽ മുട്ടകൾ കാണുന്നുണ്ട്. നമുക്കിതിങ്ങനെ മുട്ടകൾ ഇതുകൊണ്ട് ഇത്രയും ദൂരത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഡാമേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വളഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് പൊളിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിൽ ചാക്കിൽ നോക്കുമ്പോൾ ചാക്കിലും കുറച്ച് മുട്ടകളുണ്ട്, അതും എടുക്കണം. ഇനി ഇതിൽ ഉള്ള മുട്ടകൾ നമ്മൾ കുറച്ച് ബോക്സിലേക്ക് മാറ്റുകയാണ്.
ഇതിലും കുറച്ച് മുട്ടയുണ്ട്. ബാക്കി ഇതിൻ്റെ അടിയിലേക്ക് മുട്ടകളൊന്നും കാണുന്നില്ല. ഇത് നമ്മൾ ഫുള്ള് ഇനി ഇതിലേക്ക് തേനാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ. മുട്ടകളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് റാണി ഷെല്ല് ഉണ്ടോയെന്ന്. റാണി ഷെല്ല് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ബോക്സ് എടുക്കുന്നുണ്ട്. അത്രയും മുട്ടയും അതേപോലെ തന്നെ ഈച്ചകളും ഉണ്ട് ഈ കോളനിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോളനികൾ ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കിട്ടുന്ന റാണി ഷെല്ലും മുട്ടകളെടുത്ത് പുതിയ പുതിയ പെട്ടികളെടുത്ത് ഡിവിഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇനിയും കൂടുതൽ മുട്ടകൾ തേനൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊളിക്കാതെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് പൊളിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പൊളിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ശ്രദ്ധയോടു കൂടിയാണ് പൊളിക്കുന്നത്. ഇതിൽ റാണി ഉണ്ടോ എന്നുള്ളത്, റാണി നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ നല്ല ശ്രദ്ധയോടെ നല്ല ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ പൊളിക്കുന്നത്. അത് പൊളിച്ചു. അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള മുട്ടകളൊക്കെ നമുക്ക് പെട്ടിയിലേക്ക് മാറ്റി. ഇനി ഇതിലുള്ള തേനെടുക്കണം. ഇനി തേനെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. നമ്മളിതിൽ തേന് കളക്ട് ചെയ്യുമ്പോഴും റാണി ഉണ്ടോ എന്നുള്ളത് നല്ല ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റാണി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു കോളനി നഷ്ടപ്പെടും. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ നോക്കിയിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ തേനെടുക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അവന് പൂമ്പൊടി കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. പൂമ്പൊടി കുറച്ച് കളക്ട് ചെയ്ത് കൊണ്ടുപോയി. മറ്റ് തേനീച്ചകളെ അപേക്ഷിച്ച് ചെറുതേനീച്ചയുടെ പൂമ്പൊടിക്ക് ഒന്നുകൂടി ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4-5 ബോക്സിലേക്കുള്ള മുട്ടയും അതേപോലെ തന്നെ റാണി ഷെല്ലും കിട്ടി. ഒരു ബോക്സ് അങ്ങനെ റാണി ഷെല്ലില്ലാതെ നമ്മൾ മാറ്റി വെച്ചു. കുറച്ച് മുട്ടകളും പുതിയ മുട്ടയും പഴയ മുട്ടയും പൂമ്പൊടിയൊക്കെ വെച്ചിട്ട് റാണി കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി. ഇപ്പം ഇനി ഈ ഒരു കുറ്റിയും കൂടി നമുക്ക് പൊളിക്കാനുള്ളൂ. ആ നീളത്തിലുള്ള കുറ്റി അതാണ് നമ്മൾ പൊളിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആ ബോക്സുകളൊക്കെ ആ കുറ്റി ഇരുന്ന ഭാഗത്തേക്ക് നമ്മൾ വെച്ചു. ഈ പാറി നടക്കുന്ന ഈച്ചകൾക്കൊക്കെ പെട്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ കുറ്റിയിലുള്ള ഈച്ചകളൊക്കെ ഒന്ന് തട്ടി പുറത്തേക്ക് വിട്ടു. ഇനി നമ്മൾ ആ ബോക്സ് ഒന്ന് തുറന്നു വെച്ചു. തുറന്നു വെച്ചാൽ ഒന്നുകൂടി മുട്ടകളൊക്കെ കണ്ടാൽ അവർക്കൊന്ന് അത് പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് ഇതിലേക്ക് കയറിയിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് തുറന്നു വെച്ച് പിന്നെ നമ്മൾ ആ കുപ്പിയിലുള്ള ഈച്ചകളെയും തുറന്നു വിട്ടു. ആ കുപ്പിയിലുള്ള ഈച്ചകൾ തുറന്നപ്പോൾ നമ്മളത് അടച്ചു വെച്ചു. അപ്പോൾ അതിലെ ഓരോ പെട്ടിയിലേക്കും ക്രമസമായിട്ട് നമ്മൾ ഈച്ചകൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറേ ഈച്ചകൾ പെട്ടിയിലേക്ക് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല ഈച്ചകളുണ്ടായതുകൊണ്ട് നമ്മൾ ഇത്രയും ബോക്സിലേക്ക് ഇത് പിരിച്ചെടുത്തത്. അപ്പോൾ നീളത്തിലുള്ള കോയിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടിക്കുകയാണ്. അപ്പോൾ 2 ഭാഗം കൂടി പൊട്ടിച്ച് അതിന് തുറക്കണം. അപ്പോൾ അത് 2 ഭാഗം തുറന്നപ്പോൾ തന്നെ നമുക്ക് റാണിയെ കണ്ടു. റാണിയെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയായി. ഇത്രയും നേരം നമ്മൾ തിരഞ്ഞിരുന്നത് റാണിയായിരുന്നു. അപ്പോൾ റാണിനെ നമ്മൾ സേഫായിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് റാണി, ചെറുതേനീച്ചയുടെ റാണി. അപ്പോൾ നമ്മളത് ഒരു ബോക്സിലേക്ക് മാറ്റി വെച്ചു. ഇവിടെ ഒരു ഭാഗത്ത് പൂമ്പൊടി കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പൂമ്പൊടി അവന് ഉപയോഗിക്കാനുള്ള പൂമ്പൊടി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പൂമ്പൊടി ഉണ്ട്. അതേപോലെ തന്നെ തേനും നല്ല നിറച്ചിരിക്കുകയാണ്. തേനിലൊക്കെ ഇപ്പോഴും ഈച്ചകൾ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും ഈച്ചകളും അതേപോലെ തന്നെ ഒരു വലിയൊരു കോളനി തന്നെയാണ്. നമുക്ക് ഈ റാണി ഷെല്ലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ അത്യാവശ്യം നല്ലൊരു കോളനി ആയിട്ടാണ് റാണി ഷെല്ലൊക്കെ അത്രയും കെട്ടിയിട്ടുള്ളത്.
ഇതിന് ഡിവിഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അത്രയും ഈച്ചകൾ നിറഞ്ഞിരിക്കുകയാണ്, ഇത്ര തേനും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കൂടിൻ്റെ മാക്സിമം കപ്പാസിറ്റി ആയിട്ടുണ്ട് ഈ കൂടിന്. അപ്പോൾ ആ കുറ്റിയിലുള്ള തേനും കൂടി നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു ചെറുതേനീച്ച കോഴിയിൽ നിന്ന് കിട്ടുന്നതിൽ മാക്സിമം തേനാണ് നമുക്ക് ഈ കോളനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗത്തുള്ള തേനും കൂടി നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ ഇതിലുള്ള തേനുകളും നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കോളനിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും തേനും പിന്നെ ഈച്ചകളെയും മുട്ടകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് പന്നിമൂക്ക് എന്ന് പറയുന്ന ഇനത്തിലായതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു കോളനി നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ആ റാണിയെ ഒരു സേഫായ ഒരു കൂട്ടിലേക്ക് മാറ്റി അതൊരു കോളനിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഓക്കെ.